ഇലക്ട്രോണിക് എഫക്ട്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഈ വീക്ക് നമ്മൾ അസിഡിറ്റി ബേസിസിറ്റി സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ സ്ലൈഡ്സ് ഷെയർ ചെയ്യാം. സ്ലൈഡ്സ് കാണാൻ പറ്റണില്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഇലക്ട്രോണിക് എഫക്ട്സ് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Order of acidity of the following compounds. ഹൈഡ്രോക്സിബെൻസോയിക് ആസിഡിൻ്റെ ഡിഫറെൻറ്റ് ഹൈഡ്രോക്സിബെൻസോയിക് ആസിഡ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ അസിഡിറ്റീൻ്റെ ഓർഡർ. നമ്മൾ പഠിച്ചിട്ടുള്ള എഫക്ട്സ് ഒക്കെ വെച്ച് നോക്കിയാൽ മതി ആൻസർ കിട്ടാൻ. ആസിഡിറ്റി കൂടണമെങ്കിൽ എന്ത് ഫാക്റ്റാണ് നമ്മൾ ബേസിക് ആയിട്ട് കൺസിഡർ ചെയ്യുക? കോഞ്ചുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ്ഡ് ആവണം എന്നല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കോഞ്ചുഗേറ്റ് ബേസിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ഏത് കേസിലാണെന്ന് ആദ്യം നോക്കിയാൽ മതി. എങ്ങനെയായിരിക്കും ഓർഡർ? 1 2 3 4. എന്തായിരിക്കും അസിഡിറ്റീൻ്റെ ഓർഡർ? അതെ. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1ൻ്റെയും 2ൻ്റെയും കേസിൽ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്, ഇതിൽ 2 ഹൈഡ്രോക്സി വരുന്നുണ്ട്, ഇവിടെ ഒരു ഹൈഡ്രോക്സി. ഈ ഓർത്തോ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് വന്നാലും അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണോ എന്നില്ല നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഏത് ഗ്രൂപ്പ് വന്നാലും ഈ ഓർത്തോ എഫക്റ്റ് കാരണം അവരുടെ അസിഡിറ്റി കൂടാം. ഈ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ആണ് വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഇഫക്റ്റ് വരും. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഇഫക്റ്റ് വരുമ്പോൾ ഈ ബെൻസോയിക് ആസിഡിൻ്റെ CO2- ആയിരിക്കുമല്ലോ പ്രോട്ടോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ആ CO2- ഇവിടെ ഈ 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനും സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഹൈഡ്രജൻ ബോണ്ടിങ് വഴി. ഈ കേസിൽ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 1ഉം 2ഉം ഓർഡർ ഓഫ് ആസിഡിറ്റിയിൽ ഫസ്റ്റ് വരുന്നത്. 1 ഫസ്റ്റ്, പിന്നെ 2 ഓർത്തോ ഇഫക്റ്റ്, പിന്നെ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി കോഞ്ചുഗേറ്റ് ബേസിൻ്റെ സ്റ്റെബിലൈസേഷൻ. നമ്മൾ ഓർഡർ ഓഫ് ആസിഡിറ്റി
പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് കോഞ്ചുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി. കോഞ്ചുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ അസിഡിറ്റി കൂടും. അങ്ങനെയല്ലേ? ഓക്കെ. ഇനി 3ഉം 4ഉം നോക്കുകയാണെങ്കിൽ 3ന്റെ കേസിൽ നമുക്ക് റെസണൻസ് ഇഫക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് -I ഇഫക്റ്റ് കാരണം ഈ ഓക്സിജൻ ഇല്ലേ, അത് -I ഇഫക്റ്റ് കാരണം ഇത്തിരി ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചറാണ്. അപ്പോൾ ആ ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ ഈ CO2- നെഗറ്റീവ് ചാർജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ആ നെഗറ്റീവ് ചാർജ് കുറയുമ്പോൾ ഇത് കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണമാണ് 3 നെക്സ്റ്റ് വരുന്നത്. -I ഇഫക്റ്റ്, ഇവിടെ -I ഇഫക്റ്റ് ആണ് വരുന്നത്. -I ഇഫക്റ്റ് കാരണം ഈ OH ഇലക്ട്രോൺ ഡെൻസിറ്റി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ഈ ചാർജ് ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ സ്റ്റെബിലൈസേഷൻ കൂടും. അപ്പോൾ അതുവഴിയാണ് ഇത് തേർഡ് അസിഡിറ്റി ഓർഡറിൽ തേർഡ് വരുന്നത്. ഇനി നമ്മൾ 4th കേസ് നോക്കുകയാണെങ്കിൽ ഇത് പാരാ പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ ഈ ലോൺ പെയർ ഓഫ് ഓക്സിജനിൽ ഇതിന് റെസണൻസ് ഇഫക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഇങ്ങനെ റെസൊണൻസ് ഇഫക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റെസൊണൻസ് ഇഫക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം? ഈ CO2 മൈനസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോവല്ലേ ചെയ്യുന്നത്. +R ഇഫക്റ്റ് ആണ്, അല്ലെങ്കിൽ +M ഇഫക്റ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. ചാർജ് ഇൻറ്റൻസിറ്റി കൂടുന്നതുകൊണ്ട് കോഞ്ചുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 4th വരുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് 2 കേസിൽ ഓർത്തോ ഇഫക്റ്റും ഹൈഡ്രജൻ ബോണ്ടിങ് ഇഫക്റ്റും നമ്മൾ കൺസിഡർ ചെയ്യും. സെക്കൻഡ് കേസിൽ റെസൊണൻസ് ഇഫക്റ്റ് പോസിബിൾ അല്ല. -I ഇഫക്റ്റ്, അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാരണം ഇവിടുത്തെ കോഞ്ചുഗേറ്റ് ബേസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. ഈ കേസിൽ +R ഇഫക്റ്റ് വഴി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് റെസൊണൻസ് ഇഫക്റ്റ് വഴി ഇവിടെ കോഞ്ചുഗേറ്റ് ബേസിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് അസിഡിറ്റി ഓർഡർ വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് ഇലക്ട്രോണിക് ഇഫക്ട്സ് ഒക്കെ ഈ കേസിൽ കൺസിഡർ ആവുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഡർ ഓഫ് ബേസിസിറ്റി ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഈസ്. എന്തായിരിക്കും ഓർഡർ ഓഫ് ബേസിസിറ്റി? ലോൺ പെയർ അവൈലബിലിറ്റി കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഓർഡർ ഓഫ് ബേസിസിറ്റി പറയാം. ലോൺ പെയർ എത്രത്തോളം അവൈലബിൾ ആണോ അത്രയ്ക്കും അധികം ബേസിക് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബേസിക് ഏതായിരിക്കും?
എന്തുകൊണ്ടാ 3 പറയാൻ കാരണം? ഏറ്റവും കൂടുതൽ ബേസിക് ആക്ച്വലി 1 ആയിരിക്കും. 2ന്റെ കേസിൽ ലോൺ പെയർ ഈ റെസൊണൻസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, ലോൺ പെയർ ഫ്രീ ആണ്. പക്ഷേ ഇവിടെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ അല്ലേ? ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഈ കേസിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അപ്പൊ sp2 ഹൈബ്രിഡൈസേഷന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് ക്യാരക്ടർ കൂടുതലാണ്. എസ് ക്യാരക്ടർ കൂടുതലാണെന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ആയിട്ടുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. ന്യൂക്ലിയസ് ഇലക്ട്രോൺസിനെ കുറച്ചുകൂടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ആ ഇലക്ട്രോൺസ് അത്രമാത്രം അവൈലബിൾ ആയിരിക്കില്ല. sp2ന്റെ കേസിൽ എസ് ക്യാരക്ടർ കൂടുതലാണ് കമ്പയർഡ് ടു sp3. എസ് ക്യാരക്ടർ കൂടുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, ന്യൂക്ലിയസുമായിട്ട് കൂടുതൽ അട്രാക്റ്റഡ് ആയിരിക്കും ഇലക്ട്രോൺസ്. അപ്പൊ ആ ഇലക്ട്രോൺസ് അത്രയ്ക്ക് മാത്രം അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ട്രോൺസ് ഇത് റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ ഇലക്ട്രോൺസ് അത്രയ്ക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഈ കേസിൽ sp3 ആവുക കാരണം ഈ ഇലക്ട്രോൺസ് കുറേം കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ 1ന്റെ ബേസിസിറ്റി ഏറ്റവും കൂടുതലാവാൻ കാരണം. ഇനി 3 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3ൽ ഈ ഓക്സിജൻ ഉണ്ട്, മൈനസ് ആയി ഇഫക്റ്റ്. ഇത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, പക്ഷേ ഈ ഓക്സിജൻ ഉള്ള കാരണം ഓക്സിജന് ഇലക്ട്രോൺസിന് വിഡ്രോ ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ, ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടാണല്ലോ ഓക്സിജൻ. അപ്പൊ മൈനസ് ആയി ഇഫക്റ്റ് കാരണം ഓക്സിജൻ ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് അത്രമാത്രം അവൈലബിൾ ആയിരിക്കില്ല കമ്പയർഡ് ടു 1. അപ്പൊ അത് കാരണമാണ് 1ന്റെ ബേസിസിറ്റി കൂടുതൽ, പിന്നെ 3 വരുന്നത്. ഇനി നമ്മൾ 2ഉം 4ഉം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെയും sp2 ആയിരിക്കും. പക്ഷേ ഈ ഇലക്ട്രോൺസ് റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അരോമാറ്റിസിറ്റി, ഈ പൈറോളിന് അരോമാറ്റിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോൺസ് റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം ഈ ഇലക്ട്രോൺസ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഓർഡർ ഓഫ് ബേസിസിറ്റി എന്ന് പറയുമ്പോൾ 1 ഗ്രേറ്റർ ദാൻ, 3 ഗ്രേറ്റർ ദാൻ, 2 ഗ്രേറ്റർ ദാൻ 4. ഓക്കെ ആണോ? ഈ പൈറോളിന്റെയും പീരീഡിന്റെ ഒക്കെ ബേസിസിറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോർമലി എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. ഏതാണ് കൂടുതൽ ബേസിക് എന്നുള്ളത് പൈറോൾ പീരീഡിനൊക്കെ തന്നിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷിഫ്റ്റിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ റിയേജന്റ് ഈസ് കോൾഡ്. മൾട്ടിപ്പിൾ ബോണ്ട്സും അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ റിയേജന്റ് ഏതാണ്? ഐ ഇഫക്റ്റ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഇ ഇഫക്റ്റ്, ഇലക്ട്രോമറിക് ഇഫക്റ്റ്, എം ഇഫക്റ്റ്, അതായത് മീസോമറിക് ഇഫക്റ്റ്, ടി ഇഫക്റ്റ്. ടി ഇഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇ ഇഫക്റ്റ് ഇലക്ട്രോമറിക് ഇഫക്റ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട്സിലെ കോമ്പൗണ്ട്സിൽ ഒരു റിയേജന്റിന്റെ പ്രസൻസിൽ ഇലക്ട്രോൺസിന്റെ ഷിഫ്റ്റ് നടക്കുമ്പോൾ അതിന് ഇലക്ട്രോമറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദ ഫോളോയിങ് ഈസ്. അലൈൽ കാർബോകാറ്റയോൺ. അലൈൽ കാർബോകാറ്റയോൺ എന്ന് പറയുമ്പോൾ പ്ലസ്. ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൊപ്പൈൽ കാർബോകാറ്റയോൺ. പ്രൊപ്പൈൽ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് ഇത്.
ഇനി പ്രൊപ്പൈൽ കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ അലൈൽ കാർബോകാറ്റയോൺ, ബോത്ത് ആർ ഈക്വലി സ്റ്റേബിൾ, നൺ ഓഫ് ദി എബവ്. ഏതാണ് കറക്റ്റ്? എ. അതെ, അലൈൽ കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൊപ്പൈൽ കാർബോകാറ്റയോൺ. അതാണ് കറക്റ്റ് ആൻസർ. കാരണം റെസണൻസ് ഇഫക്റ്റ് വഴി ഈ പോസിറ്റീവ് ചാർജ് ഡീലോക്കലൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുക. റെസണൻസ് ഇഫക്റ്റ് വഴി ഈ പോസിറ്റീവ് ചാർജ് ഡീലോക്കലൈസ്ഡ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഈ കാർബണിൽ മാത്രം ലോക്കലൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ചാർജ് ഡീലോക്കലൈസ്ഡ് ആണ്. അപ്പൊ അത് കാരണം അലൈൽ കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൊപ്പൈൽ കാർബോകാറ്റയോൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ദ കറക്റ്റ് ഓർഡർ ഓഫ് ന്യൂക്ലിയോഫിലിസിറ്റി എമംഗ് ദ ഫോളോയിങ് ഈസ്. എന്താണ് കറക്റ്റ് ഓർഡർ ഓഫ് ന്യൂക്ലിയോഫിലിസിറ്റി? ഒരു ഹിന്റ് തരാം. സ്ട്രോങ് ബേസിസ് ആയിരിക്കും ഗുഡ് ന്യൂക്ലിയോഫൈൽസ്. അപ്പോൾ ബേസിസിറ്റിന്റെ ഓർഡർ നോക്കിയാലും മതി. ഇതിൽ ഏറ്റവും സ്ട്രോങ് ബേസ് ഏതാണ്? സ്ട്രോങ് ബേസ് ഏതാണ്? ഏറ്റവും സ്ട്രോങ്ങർ ബേസ് CH3CO- ആയിരിക്കും. ഇവിടെ CH3യുടെ പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, അത് കാരണം O- ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അപ്പോൾ ഈ CH3യുടെ പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാരണം O- ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പം അത് സ്ട്രോങ് ബേസ് ആയിരിക്കും. അങ്ങനെ അത് ഗുഡ് ന്യൂക്ലിയോഫൈലും ആയിരിക്കും. നെക്സ്റ്റ് CN- ആയിരിക്കും. C ട്രിപ്പിൾ ബോണ്ട് N- അല്ലേ?
ഈ CH3COO- വരുമ്പോൾ അവിടെ റെസൊണൻസ് ഇഫക്റ്റ് വരും. ആ രണ്ട് ഓക്സിജന്റെ ഇടയിൽ ഈ നെഗറ്റീവ് ചാർജ് ഡീലോക്കലൈസ്ഡ് ആവുക കാരണം. ഇനി ഈ കേസ് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് ഓക്സിജന്റെ ഇടയിൽ ഈ നെഗറ്റീവ് ചാർജ് ഡീലോക്കലൈസ്ഡ് ആണ്. അപ്പോൾ ഇത് ലെസ് ബേസിക് ആയിരിക്കും, അത് കാരണം ലെസ് ന്യൂക്ലിയോഫിലിക്കും ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കേസിൽ, അതായത് 1ഉം 4ഉം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് റെസൊണൻസ് ഇഫക്റ്റ് കൺസിഡർ ചെയ്യാം. റെസൊണൻസ് ഇഫക്റ്റ് കാരണമാണ് ഇവിടെ ന്യൂക്ലിയോഫിലിസിറ്റി കുറയണത്, കാരണം ബേസിസിറ്റി അവിടെ കുറയാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഹൈപ്പർ കോൺജുഗേഷൻ ഇൻവോൾവ്സ് ദ ഓവർലാപ്പ് ഓഫ് ദി ഫോളോയിങ് ഓർബിറ്റൽസ്. നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റിനെ പറ്റിയിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ ഏത് ഓർബിറ്റൽസ് തമ്മിലുള്ള ഓവർലാപ്പ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്? സിഗ്മ ഓർബിറ്റലും പി ഓർബിറ്റലും തമ്മിലുള്ള ഓവർലാപ്പാണ് ഹൈപ്പർ കോൺജുഗേഷൻ ഇൻവോൾവ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിഗ്മ സ്റ്റാർ, ഈ സിഗ്മ ഇലക്ട്രോണിന് നമ്മൾ എം ടി പി സിഗ്മ ഓർബിറ്റലിന് എം ടി പി ഓർബിറ്റലിലേക്ക് ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റ് നടക്കുന്നത്, ഒരു ഡീലോക്കലൈസേഷൻ നടക്കുമ്പോഴാണ് ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക് ഇഫക്ട്സ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം നമുക്കിനി അസിഡിറ്റി ബേസിസിറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഈ അസിഡിറ്റി എന്ന ടേം വന്നിട്ടുള്ളത് ഒരു ലാറ്റിൻ വേർഡ്, അതായത് ആസിഡസ് മീനിങ് സോർ. ആസിഡിനൊക്കെ സോർ ടേസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. ആസിഡ് ഒരു പ്രോപ്പർട്ടിയാണ് സോർ ടേസ്റ്റ്. അപ്പം ആ ഒരു സോർ ടേസ്റ്റിന്റെ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ആസിഡസ് എന്ന വേർഡിൽ നിന്നാണ് ആസിഡ് എന്ന് പറഞ്ഞ വേർഡ് ഉത്ഭവിച്ചത്. പിന്നെ അതുപോലെ ആസിഡിന്റെ വേറെ പ്രോപ്പർട്ടീസ് ആണ് അബിലിറ്റി ടു ടേൺ ബ്ലൂ വെജിറ്റബിൾ ഡൈസ് റെഡ്. പിന്നെ അതുപോലെ ആസിഡ് ചോക്കിനെ ഡിസോൾവ് ചെയ്യും വിത്ത് ദ ഇവല്യൂഷൻ ഓഫ് ഗ്യാസ് ആൻഡ് ടു റിയാക്ട് വിത്ത് സർട്ടൻ ബേസസ് ടു ഫോം സോൾട്സ്. ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് സോൾട്സ് ഉണ്ടാവും. ഇതൊക്കെ ആസിഡിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ 18th സെഞ്ച്വറിയിൽ ഇങ്ങനെ സയൻറ്റിസ്റ്റുകൾ തിങ്ക് ചെയ്തു എല്ലാ ആസിഡ്സിനും എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു ഫീച്ചർ കാണുമെന്ന്. അങ്ങനെ ഫ്രഞ്ച് കെമിസ്റ്റ് ലവോയ്സിയർ ആ സമയത്ത് തെറ്റായിട്ടൊരു പ്രവചനം നടത്തി. ആ ഒരു കോമൺ ഏജന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണെന്നുള്ളത്. അപ്പോൾ ഈ ഓക്സിജൻ എന്ന പേര് വരെ വരുന്നത് അതെന്നാണ്. ഒരു ഗ്രീക്ക് വേർഡ് ഓക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ്, ജീനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പ്രൊഡ്യൂസ് ആസിഡ്. അതാണ് ഒരു ഓക്സിജൻ എന്ന വേർഡ് വരുന്നത്. ഒരു തെറ്റായ പ്രവചനമായിരുന്നു അത്.
അത് റിയലൈസ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലായി ചില ആസിഡ്സിനൊന്നും ഓക്സിജൻ പ്രസന്റ് അല്ല. അപ്പോൾ ലേറ്റർ ഇറ്റ് വാസ് റിയലൈസ് ദാറ്റ് സം ആസിഡ്സ്, ഫോർ എക്സാമ്പിൾ എച്ച് സി എല്ലിനൊന്നും ഓക്സിജൻ പ്രസന്റ് അല്ലല്ലോ, ഡിഡ് നോട്ട് കണ്ടെയ്ൻ ഓക്സിജൻ ആൻഡ് സൂൺ ഹൈഡ്രജൻ വാസ് ഐഡന്റിഫൈഡ് ആസ് എ കീ സ്പീഷീസ്. ഓക്സിജൻ അല്ല ഹൈഡ്രജൻ ആണ് കീ സ്പീഷീസ് എന്ന് പിന്നീട് മനസ്സിലായി. പിന്നെ അവർക്ക് തിരിച്ചറിഞ്ഞു നോട്ട് ഓൾ ഹൈഡ്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആർ അസിഡിക്. ഹൈഡ്രജൻ ഉള്ള എല്ലാ കോമ്പൗണ്ട്സും അസിഡിക് അല്ല. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 19th century it was understood that such compounds are acidic only if they produce hydrogen ions H plus in aqueous solution, and the more acidic the compound the more hydrogen ions it produces. അങ്ങനെ കുറെ തെറ്റായ പ്രവചനങ്ങൾക്ക് ശേഷം ആദ്യം അവർ പറഞ്ഞു ഓക്സിജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ് ആസിഡ്സ് എന്ന്. പിന്നെ മനസ്സിലായി ഓക്സിജൻ ഇല്ലാത്ത ചില കോമ്പൗണ്ട്സ് ലൈക്ക് എച്ച് സി എൽ ഒക്കെ ആസിഡ് ആണെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ മനസ്സിലായി അപ്പോൾ ഓക്സിജൻ അല്ല ഹൈഡ്രജൻ ആണ് കോമൺ കോമൺ ആയിട്ടുള്ള കീ സ്പീഷീസ് എന്ന് അവർ പ്രവചിച്ചു. പിന്നെ അതിനുശേഷം അവർക്ക് മനസ്സിലായി ഹൈഡ്രജൻ കണ്ടെയ്നിങ് എല്ലാ കോമ്പൗണ്ട്സും ആസിഡ്സ് അല്ല. പിന്നെ അവർ ആ പ്രവചനം മോഡിഫൈ ചെയ്തിട്ട് ഹൈഡ്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് അല്ല അക്വസ് സൊല്യൂഷനിൽ എച്ച് പ്ലസ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കോമ്പൗണ്ട്സ് ആണ് അസിഡിക് എന്ന് അവർ പ്രവചിച്ചു. അപ്പോൾ എത്രത്തോളം ഹൈഡ്രജൻ അയോൺസിനെ അക്വസ് സൊല്യൂഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം കൂടുതൽ അസിഡിക് ആയിരിക്കും ആ കോമ്പൗണ്ട് എന്നാണ് അവർ പിന്നീട് മനസ്സിലാക്കിയത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെ 1923 ബ്രോൺസ്റ്റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആസിഡിനും ബേസിനും സിമ്പിൾ ആയിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തു. ബ്രോൺസ്റ്റെഡ് ഡെഫിനിഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണിത്. An acid is a species having tendency to lose a proton. H plus ionsനെ ലൂസ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള സ്പീഷീസിനാണ് ആസിഡ്സ് എന്ന് പറയുക. A base is a species having a tendency to accept a proton. പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള സ്പീഷീസിനാണ് ബേസ് എന്ന് പറയുക. ഇതാണ് ബ്രോൺസ്റ്റെഡ് ഡെഫിനിഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഓക്കെ. അതുപോലെ വേറെ കുറേ ഡെഫിനിഷൻ ഉണ്ട് ആസിഡ്സ് ആൻഡ് ബേസസ്. നമ്മൾ തൽക്കാലം ഇപ്പോൾ ബ്രോൺസ്റ്റെഡ് ഡെഫിനിഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ് കൺസിഡർ ചെയ്യണം. ഇനി ഒരു ഐസൊലേറ്റഡ് പ്രോട്ടോൺ. ആൻ ഐസൊലേറ്റഡ് പ്രോട്ടോൺ ഈസ് ഇൻക്രെഡിബ്ലി റിയാക്റ്റീവ്, ഫോർമേഷൻ ഓഫ് H3O+ ഇൻ വാട്ടർ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ആസിഡ്. The free energy delta G0 for its ionization equilibrium in water is minus 40 kilojoule per mole. മൈനസ് 40 കിലോജൂൾ പെർ മോൾ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണ്. ഇത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിന് വാട്ടറിന്റെ പ്രസൻസിൽ എച്ച് പ്ലസ് അയോൺസിനെ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. HCl aqueous. HCl in the presence of water gives H plus plus Cl minus. അതിന്റെ ഡെൽറ്റ ജി സീറോ വാല്യൂ മൈനസ് 40 കിലോജൂൾ പെർ മോൾ. സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. എച്ച് സി എൽ വാട്ടറിന്റെ പ്രസൻസിൽ എച്ച് പ്ലസും സി എൽ മൈനസും ആയിട്ട് ഡിസോസിയേറ്റഡ് ആവും. ഇനി സച്ച് എ ലാർജ് നെഗറ്റീവ് ഡെൽറ്റ ജി വാല്യൂ മീൻസ് ദാറ്റ് ദി ഇക്വിലിബ്രിയം ലൈസ് വെൽ ഓവർ ടു ദ റേറ്റ്. അതായത് മൈനസ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇക്വിലിബ്രിയം റൈറ്റ് സൈഡിലേക്കാണ് കൂടുതൽ ഷിഫ്റ്റഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഗ്യാസ് ഫേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഡെൽറ്റ ജി വാല്യൂവിൻ്റെ സംഭവങ്ങളൊക്കെ ഡ്രാസ്റ്റിക്കലി ഡിഫറെൻ്റ് ആണ്. അവിടെ ഈ വാട്ടറിൻ്റെ അതായത് എച്ച് സി എല്ലിൻ്റെ അയോണൈസേഷൻ വാല്യൂ എന്ന് പറയുന്നത് +1347 കിലോജൂൾ പെർ മോൾ ആണ്. ഗ്യാഷ്യസ് ഫേസിൽ എച്ച് സി എല്ലിന് ഡിസോസിയേറ്റ് ആയിട്ട് എച്ച് പ്ലസും സി എൽ മൈനസും ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അതിന്റെ വാല്യൂ +1347 കിലോജൂൾ പെർ മോൾ ആണ്. ഇത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. HCl in the gas phase gives H plus plus Cl minus. ഇവിടെ ഈ വാല്യൂ +1347 കിലോജൂൾ പെർ മോൾ ആവുക കാരണം ഈ ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കുക നോട്ട് പോസിബിൾ ആണ്. ദിസ് ഡെൽറ്റ ജി വാല്യൂ കറസ്പോണ്ട്സ് ടു 1 molecule of HCl in 10 power 240 being dissociated.
This means HCl does not spontaneously ionize in the gas phase. It does not lose protons at all. അതായത് ഗ്യാസ് ഫേസിൽ എച്ച് സി എൽ അയണൈസ് ചെയ്യുക. ഓൾമോസ്റ്റ് ഇത്രയും മോളിക്യൂൾ 10^240 മോളിക്യൂൾസിൽ ഒരു മോളിക്യൂൾ എച്ച് സി എൽ ഒക്കെ ഡിസോസിയേറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. അതായത് ഇത്രയും അധികം മോളിക്യൂൾസിന്റെ ഇടയിൽ ഒരു മോളിക്യൂൾ മാത്രം, അതായത് നെഗ്ലിജിബിൾ ആയിട്ട് മാത്രമേ അത് ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. Then why then is HCl such a strong acid in water? എന്തുകൊണ്ടാണ് അപ്പോൾ വാട്ടറിൽ മാത്രം എച്ച് സി എൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് എച്ച് പ്ലസും സി എൽ മൈനസും ഫോം ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഇനി ഐഡിയ? പോളറൈസേഷൻ സെയിം ആയിരിക്കില്ലേ? എച്ച് സി എല്ലിന്റെ കേസിൽ ഗ്യാസ് ഫേസ് ആണേലും അക്വസ് ഫേസ് ആണേലും ആറ്റംസ് ഒക്കെ സെയിം അല്ലേ? അപ്പൊ പോളറൈസേഷൻ എങ്ങനെ ഡിഫറെന്റ് വരുന്നത്? പോളറൈസേഷൻ അല്ല, സോൾവേഷൻ. അതായത് ഈ ഫോം ചെയ്യുന്ന അയോൺസ് എച്ച് പ്ലസും സി എൽ മൈനസും നേക്കഡ് ആയിട്ട് നിൽക്കില്ല. ആ അയോൺസിനെ വാട്ടർ മോളിക്യൂൾസ് കവർ ചെയ്യും, സോൾവേറ്റ് ചെയ്യും. നമുക്ക് നോക്കാം. The key to this problem is of course the water. In the gas phase, we would have to form an isolated proton, H plus ion and chloride ion, and that is energetically very unfavorable. അതായത് ഐസൊലേറ്റഡ് ആയിട്ട് ഒരു നേക്കഡ് ആയിട്ടുള്ള പ്രോട്ടോണ അല്ലെങ്കിൽ ക്ലോറൈഡ് അയോണ അവിടെ ഫോം ചെയ്യണം ഗ്യാഷ്യസ് സ്പേസിൽ. അത് എനർജറ്റിക്കലി അൺഫേവറബിൾ ആണ്. In contrast, in aqueous solution, the proton is strongly attached to a water molecule to give the very stable hydronium ion H3O+. And the ions are not longer isolated but solvated. Solvation കാരണമാണ് വാട്ടറിന്റെ പ്രസൻസിൽ എച്ച് സി എൽ ഒരു സ്ട്രോങ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. Even in the gas phase, adding an extra proton to neutral water is highly exothermic. H2O plus H plus gives H3O plus. അതിൻ്റെ ഡെൽറ്റ എച്ച് വാല്യൂ ഇത് എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. In fact, an isolated proton is so reactive that it will even add on to molecule of methane in the gas phase. CH4 സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഗ്യാസ് ആണ്. അപ്പോൾ ഈ ഐസൊലേറ്റഡ് പ്രോട്ടോൺ എന്ന് പറയുന്നത് അത്രയും റിയാക്റ്റീവ് ആണ്. അത് ആ മീഥേന് വരായിട്ട് റിയാക്ട് ചെയ്തിട്ട് CH5 പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഫോം ചെയ്യും. സ്ട്രോങ്ലി എക്സോതെർമിക്, അതായത് അത്രയും ഹീറ്റ് ലിബറേറ്റ് ചെയ്തിട്ട് CH5 പ്ലസ് ഫോം ചെയ്യും. അത്രയും റിയാക്റ്റീവ് ആണ് ഈ ഐസൊലേറ്റഡ് പ്രോട്ടോൺ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. We are therefore extremely unlikely to have a naked proton in the gas phase and certainly never in solution. അപ്പോൾ ഗ്യാസ് ഫേസിൽ ഒരു നേക്കഡ് പ്രോട്ടോൺ ഫോം ചെയ്യുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി അൺലൈക്ലി ആണ്. അത് ഫോം ചെയ്യില്ല. ആ എക്സിസ്റ്റൻസ് അൺഫേവറബിൾ ആവുക കാരണം നേക്കഡ് പ്രോട്ടോൺ ഫോം ചെയ്യില്ല. അത് കാരണമാണ് അവിടുത്തെ ഡെൽറ്റ ജി വാല്യൂ പോസിറ്റീവ് 1300 വരുന്നത്. In aqueous solution, a proton will be attached to water molecule to give a hydronium ion. ഈ ഹൈഡ്രോണിയം അയോൺ എന്ന് പറയുന്നത് H3O പ്ലസിനെയാണ്. അതിനല്ലെങ്കിൽ ഹൈഡ്രോക്സോണിയം അയോൺ എന്നും പറയും. This will be solvated just as any other cation or anion. അപ്പോൾ ഇത് കണ്ടോ, ഈ H3O പ്ലസിനെ വേറെ വാട്ടർ മോളിക്യൂൾസ് സറൗണ്ട് ചെയ്ത് സോൾവേഷൻ നടക്കും. അപ്പോൾ ഇത് കാരണമാണ്
എച്ച് സി എൽ അക്വസ് എച്ച് സി എൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആസിഡ് ആവാനുള്ള കാരണം ഹൈഡ്രജൻ ബോൺസ് വഴി H3O+നെ വേറെ വാട്ടർ മോളിക്യൂൾസ് സോൾവേറ്റ് ചെയ്യും. അത് കാരണമാണ് HCl അക്വസ് സ്പേസിൽ സ്ട്രോങ് ആസിഡ് ആയിരിക്കാനുള്ള കാരണം. ക്ലിയർ അല്ലേ? ഇപ്പൊ വാട്ടറിൽ HCl അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രോട്ടോണ് ഡൊണേറ്റ് ചെയ്തിട്ട് ഹൈഡ്രോക്സോണിയം അയോണും ക്ലോറൈഡ് അയോണും ആയിട്ട് മാറും. രണ്ടും സ്ട്രോങ്ലി സോൾവേറ്റഡ് ആണ്, അതായത് സറൗണ്ടഡ് ബൈ വാട്ടർ മോളിക്യൂൾസ്. In this reaction, water is acting as a base according to our definition above. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് സ്പീഷീസ് ആണോ പ്രോട്ടോണിനെ ലൂസ് ചെയ്യുന്നത് അത് ആസിഡ്, ഏത് സ്പീഷീസ് ആണോ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അത് ബേസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. ബ്രോൺസ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ HCl പ്രോട്ടോണെ ലൂസ് ചെയ്യുന്നു, HCl ആസിഡ്. വാട്ടർ പ്രോട്ടോണെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പൊ അത് കാരണം വാട്ടർ ബേസ്. ക്ലിയർ അല്ലേ? ഇൻ ദിസ് റിയാക്ഷൻ water is acting as a base according to our definition above by accepting a proton from HCl, which in turn is acting as an acid by donating a proton. അപ്പോൾ ബ്രോൺസ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. ഇനി ഇഫ് വി കൺസിഡർ ദ റിവേഴ്സ് റിയാക്ഷൻ, നമ്മൾ ഈ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിച്ച് ഇസ് admittedly insignificant in the case since the equilibrium lies well over to the right. അതായത് ഈ ഒരു റിയാക്ഷൻ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, പക്ഷെ നമ്മൾ ഈ ഒരു റിവേഴ്സ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ H3O+ ആണ് പ്രോട്ടോണെ ലൂസ് ചെയ്യുന്നത്. അപ്പോൾ H3O+ പ്രോട്ടോണെ ലൂസ് ചെയ്യുക കാരണം അതെന്താണ്? അത് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. Cl- പ്രോട്ടോണെ ആക്സെപ്റ്റ് ചെയ്യുക കാരണം അത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും ഈ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ. The chloride ion accepts a proton from the hydronium ion. Now the chloride is acting as a base and the hydronium ion as an acid. അല്ലേ? നമ്മൾ റിവേഴ്സ് റിയാക്ഷൻ H3O+ Cl- gives HCl+ വാട്ടർ എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ H3O+ ആണ് പ്രോട്ടോണിനെ ലൂസ് ചെയ്യുന്നത്. അപ്പൊ H3O+ ഹൈഡ്രോണിയം അയോൺ എന്ന് പറയുന്നത് അവിടെ ആസിഡും, Cl- പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുക കാരണം അത് ബേസും ആണ്, അല്ലേ? അപ്പോൾ ഈ ക്ലോറൈഡ് അയോണിനെ നമ്മൾ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയും. കോൺജുഗേറ്റ് ബേസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും. അതുപോലെ H3O+നെ നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് വാട്ടർ എന്ന് പറയും. ക്ലിയർ അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് Cl-, അതുപോലെ വാട്ടറിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ് H3O+. ഇനി ഫോർ എനി ആസിഡ് ആൻഡ് എനി ബേസ്, ഏതൊരു ആസിഡ് ആയിക്കോട്ടെ ഏതൊരു ബേസ് ആയിക്കോട്ടെ, അപ്പം നമ്മൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. AH+B, AH എന്ന് പറയുമ്പോൾ ആസിഡ്, B എന്ന് പറയുമ്പോൾ ബേസ്, ഗീവ്സ് BH+ A-. അപ്പോൾ where AH is an acid and A- is the conjugate base of AH. AH ആസിഡ് ആണെങ്കിൽ A- എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ബേസ് ഓഫ് AH. അതുപോലെ B is the base. അപ്പോൾ BH+ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദിസ് ബേസ്. ക്ലിയർ അല്ലേ? അപ്പോൾ എവറി ആസിഡ് ഹാസ് എ കോൺജുഗേറ്റ് ബേസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ആൻഡ് എവറി ബേസ് ഹാസ് എ കോൺജുഗേറ്റ് ആസിഡ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ നമ്മൾ ഏതൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിലും, ഏതൊരു ആസിഡ് ബേസ് റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഈ ആസിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവും, ബേസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടാവും. ഓക്കെ അല്ലേ?
അപ്പം നമ്മൾ അമോണിയയും അസറ്റിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് റിയാക്ഷൻ. ഇവിടെ എന്താണ് ആസിഡ്, എന്താണ് ബേസ്, എന്താണ് കോൺജുഗേറ്റ് ആസിഡ്, എന്താണ് കോൺജുഗേറ്റ് ബേസ്? ഈ ഒരു റിയാക്ഷനിൽ ഇപ്പം നമ്മൾ നേരത്തെ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ പഠിച്ചത് പ്രകാരം ഈ ഒരു റിയാക്ഷനിൽ ഏതാണ് ആസിഡ്, ഏതാണ് ബേസ്, ഏതാണ് കോൺജുഗേറ്റ് ആസിഡ്, ഏതാണ് കോൺജുഗേറ്റ് ബേസ്? അതെ, CH3COOH അസറ്റിക് ആസിഡ് ആണ്, NH3 അമോണിയ ബേസ് ആണ്, NH4 പ്ലസ് കോൺജുഗേറ്റ് ആസിഡ് ആണ്, CH3COO മൈനസ് കോൺജുഗേറ്റ് ബേസ് ആണ്. കറക്റ്റ് ആണ്. അപ്പോൾ the ammonium ion NH4 plus is the conjugate acid of the base ammonia NH3, and the acetate ion CH3COO minus is the conjugate base of acetic acid CH3COOH. ഇനി വാട്ടർ ക്യാൻ ബിഹേവ് ആസ് ആൻ ആസിഡ് ഓർ ആസ് ബേസ്. ഇപ്പം നമ്മൾ വാട്ടറിന് ബേസ് ആയിട്ടും ആസിഡായിട്ടും ആക്ട് ചെയ്യാം. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. If a strong acid is added to water, the water acts as a base and is protonated by the acid to become H3O+. അതായത് വാട്ടറിലേക്ക് ഒരു സ്ട്രോങ് ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ HCl പോലുള്ള ഒരു സ്ട്രോങ് ആസിഡ് വാട്ടർക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ HCl പ്ലസ് വാട്ടർ ഗീവ്സ് H3O പ്ലസ് Cl മൈനസ് അല്ലേ? അപ്പൊ അവിടെ വാട്ടർ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വാട്ടർ അവിടെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സ്ട്രോങ് ആസിഡിന്റെ പ്രസൻസിൽ വാട്ടർ ബേസ് ആയിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇഫ് യു ആഡഡ് എ സ്ട്രോങ് ബേസ് ടു വാട്ടർ, വാട്ടർക്ക് നമ്മളൊരു സ്ട്രോങ് ബേസ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് NaOH പോലുള്ള ഒരു സ്ട്രോങ് ബേസ് വാട്ടർക്ക് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? വാട്ടർ പ്രോട്ടോണെ ലൂസ് ചെയ്യും. H2O എന്നുള്ളതിന് H പ്ലസ് ലൂസായിട്ട് OH മൈനസ് ഫോം ചെയ്യും. ഇഫ് യു ആഡഡ് എ സ്ട്രോങ് ബേസ് ടു വാട്ടർ, the base would deprotonate the water to give the hydroxide ion OH minus, and here the water would be acting as an acid. അതെ, ആംഫോട്ടറിക് നേച്ചർ എന്നാണ് ഇത് പറയാം. Such compounds that can act as either an acid or a base are called amphoteric. അതായത് ആസിഡും ബേസും ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് ആംഫോട്ടറിക്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഒരു ആംഫോട്ടറിക് സ്പീഷീസ് ആണ്. ഓക്കെ അല്ലേ? With a strong enough acid, we can protonate almost anything, and likewise with a strong enough base, we can deprotonate almost anything. This means that to a certain degree, all compounds are amphoteric. അപ്പോൾ നമ്മൾ ഒരു സ്ട്രോങ് ആസിഡോ സ്ട്രോങ് ബേസോ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കോമ്പൗണ്ട്സിനെയും നമുക്ക് പ്രോട്ടോണേറ്റ് ചെയ്യാനോ ഡീപ്രോട്ടോണേറ്റ് ചെയ്യാനോ കഴിയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കോമ്പൗണ്ട്സും ആംഫോട്ടറിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് പ്ലസ് HCl. അസറ്റിക് ആസിഡ് എന്താണ്? ആസിഡാണ്. പക്ഷേ HClന്റെ പ്രസൻസിൽ ഈ അസറ്റിക് ആസിഡ് പ്രോട്ടോണേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റിക് ആസിഡ് ഇവിടെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അസറ്റിക് ആസിഡും ആംഫോട്ടറിക് നേച്ചർ എക്സിബിറ്റ് ചെയ്യും എന്നാണ് ഈ ഒരു എക്സാമ്പിൾ വഴി നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ക്ലിയർ ആണോ? ഇവിടെ HCl അല്ലേ സ്ട്രോങ് ആസിഡ്. അപ്പോൾ HCl ആണ് പ്രോട്ടോണെ ലൂസ് ചെയ്യുക. അപ്പോൾ
അസറ്റിക് ആസിഡ് ഇവിടെ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഫോം ചെയ്യുന്ന കോഞ്ചുഗേറ്റ് ആസിഡ് ഇത്, കോഞ്ചുഗേറ്റ് ബേസ് ഇത്. അപ്പൊ ഇവിടെ അസറ്റിക് ആസിഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. നമുക്ക് പി എച്ച് എന്താന്ന് നോക്കാം. ഹൗ പി എച്ച് ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. അപ്പൊ ഇതാണ് ഒരു പി എച്ചിന്റെ സ്കെയില്. 7 പി എച്ച് 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. ലെസ് ദാൻ 7 to 0 അസിഡിക് വരും. പിന്നെ ഗ്രേറ്റർ ദാൻ 7 to 14 ബേസിക് വരും. 0 എന്ന് പറയുന്നത് സ്ട്രോങ്ലി അസിഡിക് ആണ്. 14 എന്ന് പറയുന്നത് സ്ട്രോങ്ലി ബേസിക് ആണ്. അതായത് 7 to 14 നേരെ നോക്കുകയാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കൂടും. 7 to 0 സീറോയിലേക്ക് വരുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും. You are probably already familiar with the pH scale. Acidic solution all have a pH less than 7. നമ്മൾ പറഞ്ഞ പോലെ ആസിഡ്സിന്റെ പി എച്ച് 7നേക്കാളും കുറവും ബേസിന്റെ പി എച്ച് 7നേക്കാളും കൂടുതലുമാണ്. The lower the pH, the more acidic the solution. പി എച്ച് കുറയും തോറും acidity കൂടും. Alkaline solution all have pH greater than 7. The higher the pH, the more basic the solution. Finally, pH 7 is neither acidic nor alkaline but neutral. The pH of a solution of a given acid varies with its concentration. As we dilute the solution, the acidity falls and the pH increases. അതായത് ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആയിട്ട് പി എച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് വാരി ചെയ്യും. ഇപ്പൊ കോൺസെൻട്രേഷൻ കുറയുകയാണെങ്കിൽ അതിന്റെ അസിഡിറ്റി കുറയും, പി എച്ച് കൂടും. മനസ്സിലായോ? ആൽക്കലൈൻ എന്ന് പറയുന്നത് ബേസ് തന്നെയാ. ബേസിക് നേച്ചർ കാണിക്കുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ ആൽക്കലൈൻ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ആസ് വി ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് HCl in an aqueous solution from 1 to 0.1 to 0.01 to 0.001 mole per decimeter raised to -3, the pH changes from 0 to 1 to 2 to 3. കോൺസെൻട്രേഷൻ മാറുന്ന അനുസരിച്ചിട്ട് പി എച്ചും മാറും. ഇപ്പോൾ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ പി എച്ച് കൂടും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കോൺസെൻട്രേഷൻ 1 0.1 ആവുമ്പോൾ പി എച്ച് 0 1 മാറും. അപ്പോൾ ഓരോരോ 1/10 ആയിട്ട് കുറയുമ്പോൾ പി എച്ചിൻ്റെ വാല്യൂ 1 കൂടും. അപ്പോൾ നമുക്ക് നോക്കാം. പി എച്ച് മീറ്റർ ആക്ച്വലി മെഷേഴ്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺസ് ഇൻ എ സൊല്യൂഷൻ. അപ്പോൾ പി എച്ച് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺസ് ഇൻ എ സൊല്യൂഷൻ, അതാണ് പി എച്ച്. പി എച്ചിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺസ് ഇൻ എ സൊല്യൂഷൻ, അതായത് ഒരു സൊല്യൂഷനിൽ എത്രത്തോളം H3O+ അയോൺസ് ഉണ്ടോ അതാണ് ആ സൊല്യൂഷൻ്റെ പി എച്ച് എന്ന് പറയുന്നത്. The scale is a logarithmic one and is defined as pH എന്ന് പറയുന്നത് ഒരു ലോഗരിതമിക് സ്കെയിൽ ആണ്. അപ്പോൾ പി എച്ച് എന്ന് പറയുമ്പോൾ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H3O+. പി എച്ച് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H3O+. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H3O+ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സൊല്യൂഷൻ്റെ പി എച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Our solution of HCl above therefore have hydronium ion concentration of, നമ്മളിവിടെ കോൺസെൻട്രേഷൻ 1 എന്ന് തന്നിട്ടുണ്ട്, 0.1 0.01 0.001 മോൾ പെർ ലിറ്റർ. ഈ ഡെസിമീറ്റർ റേസ് ടു -3 എന്ന് പറഞ്ഞാൽ ലിറ്റർ ആണ്. ഈ ലിറ്റർ ഇൻവേഴ്സിനെയാണ് ഡെസിമീറ്റർ റേസ് ടു -3 എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നതിനെ നമുക്ക് 10⁻0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. 0.1 നമുക്ക് 10⁻−1 റെപ്രസെൻറ്റ് ചെയ്യാം. 0.001 10⁻−2,
0.01നെ 10⁻², 0.001നെ 10⁻³ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. Since the scale is logarithmic, a pH difference of 1 corresponds to a factor of 10 in hydronium ion concentration. അപ്പോൾ ഒരു പി എച്ച് ഡിഫറൻസ് ഒരു 1 ഡിഫറൻസ് പി എച്ചിൽ ഉണ്ടെങ്കിൽ അത് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷനിൽ ഒരു 10 ഡിഫറൻസ് വരുന്നതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. A pH difference of 2 corresponds to a factor of 10⁻² and so on. അപ്പോൾ ഇന്ന് നമ്മൾ പി എച്ചിൻ്റെ ഡെഫിനിഷൻ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി ആസിഡിൻ്റെ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ നാളത്തെ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുക. In terms of acidic strength, which one of the following is in the correct increasing order? നമുക്ക് അസിറ്റിക് ആസിഡ്, വാട്ടർ, ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ആസിഡ് ഏതാണ്? അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡ് HCl ആണ് അല്ലേ? പിന്നെ വരുന്നത് അസിറ്റിക് ആസിഡ്, വാട്ടർ ആണ് ലീസ്റ്റ് അസിഡിക്. അപ്പൊ കറക്റ്റ് ആൻസർ 2 ആയിരിക്കും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണേ. HCl സ്ട്രോങ് ആസിഡ്, പിന്നെ അസിറ്റിക് ആസിഡ്, പിന്നെ വാട്ടർ. ഇൻക്രീസിംഗ് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്, അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ. The next question. An acid is a substance. A. Donates a proton. 2. Accepts an electron pair. 3. Gives H plus in water. 4. All of this. All of this ആണ് correct answer. ആസിഡ് പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യും, H പ്ലസിനെ ഡൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതായത് ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് ആസിഡ് ആണ്. ആസിഡിൻ്റെ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഉണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. നമ്മൾ ബ്രോൺസ്റ്റഡ് ഡെഫിനിഷൻ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ ഡെഫിനിഷനും കൂടെ നോക്കുകയാണെങ്കിൽ ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ആസിഡ് പ്രോട്ടോണെ ഡൊണേറ്റ് ചെയ്യും, ആക്സെപ്റ്റ്സ് ആൻ ഇലക്ട്രോൺ പെയർ, ഗീവ്സ് H പ്ലസ് ഇൻ വാട്ടർ. ഇതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പോൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the pH of a solution with a hydronium ion concentration equal to 10⁴ molar? അപ്പോൾ അസിഡിറ്റിൻ്റെ പി എച്ചിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? pH ഈക്വൽ ടു -log concentration of H3O plus. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് H3O+ എന്ന് പറയുന്നത് 10⁴ മോളാർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ pH ഓഫ് സൊല്യൂഷൻ എത്രയായിരിക്കും? -4 ആയിരിക്കില്ല, -4 ആവില്ലേ? ഇവിടെ നെഗറ്റീവ് ലോഗരിതം ഇല്ലേ? -log 10⁴. അപ്പൊ ലോഗും 10ഉം പരസ്പരം ക്യാൻസൽ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇത് ഫ്രണ്ടിൽ വരും. അപ്പോൾ ഈക്വൽ ടു -4. അല്ലേ? കാൽക്കുലേറ്റർ അവർ തരും. സ്ക്രീനിൽ കാൽക്കുലേറ്റർ ഉണ്ടാവും, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല.
ഡൗട്ട് ഉണ്ടോ? പി എച്ച് റേഞ്ച് ലെസ് ദാൻ സീറോയും അസിഡിക് ആയിരിക്കും. 0 to 14 എന്ന് പറയുന്നത് ഒരു ടെൻഡേറ്റീവ് റേഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പി എച്ച് റേഞ്ച് 50 അതുപോലെയൊക്കെ ഉണ്ട്. നമ്മൾ പി എച്ച് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓരോ കോമ്പൗണ്ട്സിൻ്റെയും വാല്യൂസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. 0 to 14 ഒരു ടെൻഡേറ്റീവ് റേഞ്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ജാം എക്സാമിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നാളെ 8:30 അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. നാളെ നമ്മൾ കുറച്ചും കൂടെ അധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ജാമിന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ താങ്ക് യു.